വീണ്ടും ഒരു ഫ്രൈഡേ ആയി, വീക്കെൻഡ് ആയി. ഓ മൈ ഗോഡ്, എവിടെ പോണു ക്യാമറ? ഹലോ ഗായ്സ്, വെൽക്കം ടു ടിയാമോ വ്ളോഗ്സ്. ഞാനും അമ്മ കൂടി ഇന്നൊരു എക്സൈറ്റിംഗ് സ്ഥലത്ത് ഫോട്ടോഷൂട്ടിന് പോകാൻ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ദേശി ഡച്ചീസ് പറഞ്ഞൊരു ഇൻസ്റ്റ ഹാൻഡിലുണ്ട്. അതിന് വേണ്ടിയിട്ട് നെതർലാൻഡ്സിലെ പോപ്പുലർ സ്പോട്ടായ ട്യൂലിപ്പ് ഫീൽഡ്സിലേക്ക് പോവാണ്. ഈ സമയത്ത് ടൂറിസ്റ്റ് എല്ലാവരും ഫ്ലോക്ക് ചെയ്യും കേട്ടോ ഫീൽഡ്സിൽ പോയി ഫോട്ടോ ചെയ്യാനല്ല, ഫോട്ടോ എടുക്കാൻ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിന് വേണ്ടി ഷൂട്ട് ചെയ്യാൻ പോവാണ്. സനി നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാനും ഷിവും സനിയുടെ ഒപ്പം അമ്മുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് അമ്മു ഞാനും ഷൂട്ടിന് പോവാണ്. അപ്പം നമുക്ക് പോവല്ലേ? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മുത്തേന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് മുത്തേ? എന്താ പറയാ, ഡാൻസിനൊക്കെ മറ്റേ മേക്കപ്പ് പോയില്ലേ? ഏത് തരം ഡാൻസ് ആണ്? ഈ ഭരതനാട്യം, കുച്ചിപ്പുടി. കൊള്ളാം. എന്നിട്ട് ക്ലാസ് ഉണ്ട്. ശിവ, നമ്മുടെ മേക്കപ്പ് എങ്ങനെയുണ്ടാ? നോക്കൂ, നമ്മുടെ ഫേസിലാണ് മേക്കപ്പ് ഉള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. സത്യം എൻ്റെ മകൻ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മേക്കപ്പ് ലൗഡാണെന്ന് എനിക്കറിയാം. ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം നമ്മൾ ഇന്ന് ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോവുകയാണ് ആംസ്റ്റർഡാം ട്യൂലിപ്പ് ഫീൽഡ്സിൽ, ഞാനും അമ്മുവും. അതിനാണ് ഈ മേക്കപ്പ് ചെയ്തത്. പിന്നെ ഇന്നൊരു ഹൈലൈറ്റ് ഡേ ആണ്. കാരണം ഇന്ന് നമ്മുടെ നേതൻ കുട്ടൻ്റെ 7th ബർത്ത്ഡേ ആണ്. നേതൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഷിവ് ഇസ് സൂപ്പർ എക്സൈറ്റഡ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ 7-year ബോയ്. ശിവന്ന് രാവിലെ ഉണർന്ന് തന്നെ ഇന്നൊരു ഹാപ്പി ഡേ ആണ് അമ്മ, നേതന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് നേതൻ ബ്രോ സുഹൃത്തായ അമ്മു സിക്ക്. സോ ട്യൂലിപ്പ് ഫീൽഡ്സിലൊന്നും പോയില്ല. നമ്മൾ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഷൂട്ടിന് വന്നു. അമ്മുവിന് നല്ല ക്ഷീണം. അപ്പോൾ അവൾ റെസ്റ്റ് എടുക്കുകയാണ്. പനി അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, നല്ല ക്ഷീണം. ചില ദിവസങ്ങൾ അങ്ങനെയല്ലേ, യു ജസ്റ്റ് ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിത്തിങ്. നാളെയാണ് ഞാനും അമ്മും ട്യൂലിപ്പ് ഫീൽഡ്സ് പോയിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഷൂട്ടിങ് ഇത്രയുള്ളൂ. താങ്ക് യു സാനിഷ് ബോയ്. ഇപ്പം ഞാൻ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. കിഡ്സിൻ്റെ കൂടെ നമ്മൾ പാർക്കിൽ പോവുക. കിഡ്സിന് ഇന്ന് സൈക്കിൾ ഓടിക്കൽ ഡേ ആണ്. അപ്പോൾ ഒരു സൈക്കിൾ ഓടിക്കാൻ ഷിവ് ഇപ്പോൾ അടുത്താണല്ലോ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. അപ്പോൾ എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഷിവും ഡാനിയും നേതനും സൈക്കിൾ ഓടിച്ച് കളിക്കുക. അപ്പോൾ അവരുടെ കൂടെ വന്നതാണ്. നെതർലാൻഡ്സിലെ ഒരു പ്രൈം മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് സൈക്കിൾ. അതേപോലെ തന്നെ റോഡ്സും ഇവിടുത്തെ ലേ ഔട്ട്സും ഒക്കെ സൈക്കിൾ ഫ്രണ്ട്ലിയാണ്. അടിപൊളി. പാർക്കിൽ ചെന്നപ്പോൾ ഇവരുടെ മെയിൻ കളി എന്തായിരുന്നു അറിയോ? ഈ സ്വിഗ്ഗിൻ്റെ മേത്ത് കയറിയിട്ട് ആ ചെയിനില്ലേ, അത് തിരിച്ച് ട്വിസ്റ്റ് ചെയ്ത് റോൾ ചെയ്ത് മുകളിൽ വരെ പോവുക, എന്നിട്ട് വിടുക. ശരിക്ക് ചെറുപ്പത്തിൽ എൻ്റെയും മനുവിൻ്റെയും ഫേവറേറ്റ് ഗെയിം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ജനറേഷനിലും ഒരു പോപ്പുലർ ആയിട്ടാണത്. പോലെ ചെറുപ്പത്തിൽ ഈ ചുറ്റി ഗെയിം വാസ് മൈ ഫേവറേറ്റ്. എങ്കിലും ഇപ്പം അത് കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ തല ചുറ്റുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ അവരെ പറഞ്ഞ് അതൊന്ന് പിന്തിരിപ്പിച്ചു. യേ സക്സസ്. ഹലോ ബച്ചാസ്, നമുക്ക് ഫോട്ടോ എടുക്കാം. രാവൺ ഒരു 10 ഹെഡിൽ ഒരു മോൺസ്റ്റർ, ഇന്ത്യത്തെ ബോസ്, കലവറുടെ ബോസ്. ഞങ്ങള് രാവനാണ്. ഇപ്പോ രാവൻ അല്ല അമ്മ, നിങ്ങള് രാവൺ, ഞാൻ ഹനുമാൻ. രാമദൂത തുലിത ബലരാമ അഞ്ജനി പുത്ര पवन सुत नाम महावीर विक्रम बजरंगी कुमुद निवार सुमत केसं कंचन वर्ण विराज सुयस कान कुंडन कुंचित केस हाथ बज और द्वसा विराजे कान रेणु चुकने हुसाजे कृष्ण भरत दिल. Good job. എന്റെ അമ്മോ, മക്കളെ നിങ്ങൾക്ക് വേനിക്കണല്ലേ? ഇത് എന്ത് ഗെയിമാണത്? എക്സൈറ്റ്മെന്റ് കൂടി എന്തൊക്കെയാ ചെയ്യണമെന്ന് ഇവർക്ക് തന്നെ അറിയണില്ല കേട്ടോ. ശിവ എങ്ങനെ നോന്ന് പറയാ അറിയോ? മേമ എങ്ങനെ യെസ് എന്ന് പറയാ അറിയോ? യോസ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഡെനിമിൻ്റെ ഒരു സ്കേർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാകല്ല, അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പോവാം. കുറേ ദിവസമായിട്ട് വെച്ചിട്ട് ഇനിയെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ശരിക്കും 30 ഡേയ്സിൽ റിട്ടേൺ ചെയ്യാമല്ലോ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. അപ്പോൾ ഏകദേശം 30 ഡേയ്സ് ആവാനായി. ഇനിയെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് റിട്ടേൺ ചെയ്യാൻ പോവാം സനിയുടെ കൂടെ.
ചില കാര്യങ്ങൾ ഒരു ആവശ്യമില്ലാത്ത മടിയെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് എനിക്ക് ഈ ഷോപ്പ് ചെയ്ത ഐറ്റംസ് റിട്ടേൺ ചെയ്യാൻ. പലപ്പോഴും ഷോപ്പ് ചെയ്യും എന്നിട്ട് റിട്ടേൺ ചെയ്യില്ല. ചിലതൊക്കെ റിട്ടേൺ ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കും, എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്താണ് എന്തായാലും റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആയിട്ടും കൂടി ഓടിപ്പോയി ഞാൻ റിട്ടേൺ ചെയ്തു. പൊതുവേ ഞാൻ ചെയ്യാറില്ല. എനിവേസ്, മീൻ വൈൽ സനി ഗ്രോസറീസ് ഷോപ്പ് ചെയ്തു. ഞങ്ങൾ 2 പേരുമാണ് കേട്ടോ ഇന്ന് ഡിന്നർ ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ 65. NL ഫാമിലിയിൽ അത്യാവശ്യം എല്ലാവരും കുക്ക് ചെയ്യും കേട്ടോ. അവൈലബിലിറ്റി അനുസരിച്ച്. ഇന്നത്തെ അവൈലബിലിറ്റി എൻ്റെ സനിയുടെ ആയതുകൊണ്ട് ഞാനും സനിയാണ് കുക്ക് ചെയ്യുന്നത്. സനി ഈസ് മേക്കിംഗ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് ഐ എം മേക്കിംഗ് ചിക്കൻ 65. ചിക്കൻ 65 ഉണ്ടാക്കണമെങ്കിലും ഞാൻ പറഞ്ഞത് ചില്ലി ചിക്കൻ എന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ വരും. നെയ്ത്തൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ആണ്. അതിനുശേഷം ചില്ലി ചിക്കൻ കഴിക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്, ആവേശം. പാവങ്ങൾ ഒന്നും അറിയുന്നില്ലല്ലോ. അത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അടുത്ത ബർത്ത്ഡേക്ക് കേക്ക് മുഴുവൻ മുഖത്ത് സനി ബോയ് നല്ല ആവശ്യത്തോടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ്ടേ. കൂടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇവരുടെയൊക്കെ ആവശ്യം പെട്ടെന്ന് തന്നെ തീരും. കാരണം ചിക്കൻ 65നെ ചില്ലി ചിക്കൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ചില്ലി ചിക്കൻ പ്രദേശിച്ച് ചിക്കൻ 65 കഴിക്കാൻ ടീംസാണ്. മീൻ വൈൽ ദിബിൻ ബാഡ്മിൻ്റൺ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫ്രൈഡേ ഈവനിങ്സും ദിബിൻ്റെ സ്പോർട്സ് ഈവനിങ്. അപ്പോൾ ബാഡ്മിൻ്റൺ കളിച്ച് കഴിഞ്ഞ് ദിബിൻ വന്നപ്പോൾ ഞാനും സനീരുത്തി ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ ദിബിനൊരു സംശയം, ഇതെന്താ, അതിന് വല്ല പ്രശ്നമുണ്ടോ? പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ദിബിന് അത് ഇഷ്ടമായി. അങ്ങനെ രാത്രി എല്ലാവരും കൂടിയും കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങി. അമ്മൂനി സനിയുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മളിന്ന് ഉറങ്ങിയത്. അങ്ങനെ രാവിലെയായി സാറ്റർഡേ മോർണിംഗ് ആൻഡ് ഇവൻറ്റ്ഫുൾ സാറ്റർഡേ. അമ്മൂനും എനിക്കും ട്യൂലിപ്പ് ഗാർഡൻസിൽ ഷൂട്ട് ചെയ്യാണ്ട്. പിന്നെ നമ്മുടെ നീത്തൻ കുട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് ഇന്ന്. അപ്പോൾ ബർത്ത്ഡേ ഇവൻറ്റ് ഉണ്ട് കിഡ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഞാൻ കുളിച്ച് റെഡിയായി. നല്ല അടിപൊളി സൂര്യൻ ദേ മിനിങ്ങി നിൽക്കുന്നു. ഇറ്റ്സ് മോർണിംഗ്. ഞാൻ ഇന്നത്തെ ഷൂട്ടിന് ഈ ലെഹങ്കയാണ് കേട്ടോ ഉള്ളത്. ഇത് അമ്മൂൻ്റെ ലെഹങ്കയാണ്. ഇതിലുള്ള ഈ ബീഡ് വർക്ക് ഡീറ്റെയിലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ലെഹങ്ക തുന്നിച്ച ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, ചേച്ചിയാണെന്ന് എനിക്കറിയില്ല, ചേച്ചിയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ലെഹങ്ക നിങ്ങളുടെ അടുത്ത് തേപ്പിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ഈ സ്റ്റിച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആക്സസറീസ് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഒരെണ്ണമാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ഷൂട്ടിന് ഇടാൻ പോണത്. ഈ ആക്സസറീസ് എനിക്ക് നീലിമ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരിച്ച് തന്നതാണ് കേട്ടോ. നീലിമ ഞങ്ങളുടെ ഫ്രണ്ടാണ്, പിന്നെ ശിവൻ്റെ കർണാട്ടിക് മ്യൂസിക് ടീച്ചറുമാണ്. അമ്മ നീലിമ കാണിച്ചു തന്നു. പിന്നെ ഞാനാണത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത അമ്മയ്ക്ക്. നീലിമയുടെ ഹസ്ബൻഡ് റിജു നാട്ടിൽ പോയപ്പോൾ ഡൽഹി പോയപ്പോൾ ഓൺലൈൻ ഫോൺ വിളിച്ച് ശിവ് സെലക്ട് ചെയ്ത് അങ്ങനെ കൊണ്ടിരിച്ചതാണ് കേട്ടോ നീലിമ. താങ്ക് യു സ്വീറ്റ് ഹാർട്ട് ഫോർ ഓൾ ദോസ് എഫേർട്സ്. എനിക്കിഷ്ടമായി. നീലിമയുടെ സെലക്ഷനും ഇഷ്ടമായി, ശിവൻ്റെ സെലക്ഷനും ഇഷ്ടമായി. പക്ഷേ ഇത് ഇടാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. എങ്ങനെയൊക്കെയോ സ്ലൈഡൊക്കെ വെച്ച് ഞാൻ അത് കുത്തിയിട്ട് എനിക്ക് തോന്നി ഓക്കെ സെറ്റാണ്, അടിപൊളിയാണ്. എന്നിട്ട് ഞാൻ ദിവിനോട് പോയി ചോദിച്ചു കേട്ടോ, കാണാതെ എങ്ങനെയുണ്ട് കാണാം. അപ്പോൾ ദിബിൻ പറയാം ഹെഡ്ഫോൺസ് ചെവിയിൽ വെച്ച പോലെ ഉണ്ട്. സാല നമുക്ക് മൈൻഡാക്കണ്ട. അങ്ങനെ ഞാനും റെഡിയായി, ദിബിനും റെഡിയായി, ശിവു റെഡിയായി. ശിവും ദിബിനും മ്യൂസിക് ക്ലാസ്സിന് പോവാണ്. ഞാനും അമ്മും ഷൂട്ടിന് പോവാണ്. പോണതിൻ്റെ മുമ്പേ നമ്മുടെ ആരി ബോയിനെ അച്ചുവിൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. നെയ്ത്തിനും അവിടെ തന്നെ ഉണ്ട്. ഡാനീനെ ഞങ്ങൾ കൂടെ കൂട്ടി. ക്യൂക്കനോഫ് ആണ് നെതർലാൻഡ്സിലെ ഏറ്റവും ലാർജസ്റ്റ് ട്യൂലിപ്പ് ഫീൽഡ്. വേൾഡിൽ തന്നെ ലാർജസ്റ്റ് എന്ന് തോന്നുന്നു. കുറേ പേര് അവിടെയാണ് വരാറ്. പക്ഷേ ഞങ്ങൾക്ക് കുട്ടി ഷൂട്ടല്ലേ ചെയ്യാമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ട്യൂലിപ്പ് ബാൺ പറഞ്ഞ് ഹൂഫ്തോർപ്പ് അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് പോയത്. അത്യാവശ്യം വലിയ ഫീൽഡ് തന്നെയാണ്. പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരുപാട് പേര് കണ്ടു പ്രോപ്സൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നല്ല ലൊക്കേഷനാണ് കേട്ടോ. ഞാൻ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ നെതർലാൻഡ്സിലാണ്, നിങ്ങൾക്ക് പെട്ടെന്നൊരു ഷൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ഓടി എത്താവുന്നേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഇറ്റ്സ് വെരി മിനിമൽ. 8 യൂറോറ്റുള്ളൂ എൻട്രി ഫീസ്. പിന്നെ കിഡ്സും 2 കിഡ്സും 2 അഡൾട്ട്സിൻ്റെയും ഫാമിലി പാക്കിന് 5 യൂറോ വെച്ചിട്ടേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ ഷൂട്ടൊക്കെ ചെയ്ത് ഹാപ്പിയായി. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഓടുകയാണ്. കാരണം നമ്മുടെ നീത്തൻകുട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഈവനിങ്. അപ്പോൾ അമ്മുവിന് അതിൻ്റെ മുന്നേ കേക്ക് ഉണ്ടാക്കുകയാണ്. അമ്മു ഈസ് എൻ അടിപൊളി കുക്കെന്ന് നിങ്ങൾക്ക് പണ്ടേ അറിയാം. ഐഷുവിൻ്റെ കുറേ വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഷീസ് എ വെരി ഗുഡ് ബേക്കർ ടു. അമ്മു ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാനും നേത്തനും കൂടിയിട്ട് കേക്ക് ടോപ്പർ കട്ട് ചെയ്തു. എന്നിട്ട് നേത്തൻ അതിൻ്റെ മേലിൽ അവൻ്റെ പേര് സ്വന്തം എഴുതി. സുന്ദരിയായിട്ട് നീ ഒട്ടിക്കാം, നമുക്ക് കേക്കിൽ വരും.
അങ്ങനെ നമ്മുടെ മനോഹരമായ കേക്ക് ഇസ് റെഡി. 1 പീസ് തീമാണ്. 1 പീസ് നേത്തിന് ഇഷ്ടമുള്ള ഒരു സീരീസാണ്. അപ്പോൾ അതിൻ്റെ കേക്കാണ് അമ്മ ഉണ്ടാക്കിയത്. എല്ലാ കൊല്ലവും കുട്ടികളുടെ ഡിമാൻഡ്സും ഇഷ്ടങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഈ കൊല്ലം നേത്തിൻ്റെ ഇഷ്ടം വാസ് ട്രാംപോളിൻ പാർക്കിലുള്ള ഒരു ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അമ്മു സനി ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഹൂഫ്തോർപ്പ് അടുത്ത് തന്നെയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ട്രാംപോളിനെ കുറിച്ച് നമ്മൾ ഇൻ്റർനെറ്റിൽ ഒരുപാട് സ്കെയറി വീഡിയോസ് കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ഇതൊരു സേഫ് സ്ഥലമാണ്. ഇവിടെ അവർക്ക് ഉള്ള ട്രെയിനേഴ്സ് ഉണ്ട്. പിന്നെ അതവർ ഈ ട്രെയിനേഴ്സൊക്കെ കുട്ടികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് അവർ സേഫായി കളിക്കുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും പോയി കളിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ കൂടി ഐ വിൽ റിയലി റെക്കമെൻഡ് ദിസ് പ്ലേസ് ബിക്കോസ് ഇറ്റ്സ് ഇൻഡീഡ് സേഫ് ആൻഡ് ഇറ്റ്സ് വെരി എന്താ പറയുക കോസി. ചെറുതുമണികൾക്കൊന്നും അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഏകദേശം 1 hourൻ്റെ ട്രാംപ്ലിൻ സെഷൻ കഴിഞ്ഞ് കിഡ്സ് എല്ലാവരും കേക്ക് കട്ട് ചെയ്തു. പിന്നെ സ്നാക്സ് കഴിക്കൽ, ഗിഫ്റ്റ്സ് കൊടുക്കൽ, പിന്നെ നമ്മുടെ നോർമൽ ചടങ്ങ് ഗിഫ്റ്റ് തുറക്കൽ, എക്സൈറ്റഡ് ആവൽ, അതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അതെ, റിട്ടേൺ ഗിഫ്റ്റും ഉണ്ട്. ശിവന് റിട്ടേൺ ഗിഫ്റ്റ് കിട്ടി. ശിവ ഹാപ്പിയായി. ടൈം ഫ്ലൈസ് എന്ന് പറയുന്ന പോലെ ഇന്നലെ നീത്തൻ ജനിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇന്ന് അവന് 7 വയസ്സായി. ഓ മൈ ഗോഡ്, ഇവർ എത്ര വേഗം വലുതാവണത്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ് ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പ്ലാൻ ഇട്ടു നമ്മുടെ വീട്ടിലേക്ക് വരാം ആംസ്റ്റർഡാമിൽ. അതുകൊണ്ട് ഞാനും അച്ചുവിൻ്റെ കൂടെ വേഗം പോയിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തു വീട്ടിൽ പോകാൻ. കാരണം വെച്ചാൽ ദിബിൻ വരാൻ കാത്തിരിക്കാൻ പറ്റില്ല. ദിബിൻ ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുകയാണ്. വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും എല്ലാം വാങ്ങിച്ചു ഞാൻ. എന്നിട്ട് ഞാനും കിഡ്സും ഒരു സൈക്കിൾ റൈഡിന് പോയി. കാരണം കിഡ്സ് എൻ്റർടൈൻമെൻറ്റ് ഈസ് ദ പ്രയോറിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിഡ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. കിഡ്സ് നമ്മളെപ്പോഴും വിചാരിക്കും അവർ കിഡ്സിൻ്റെ കൂടെ കളിക്കാനാണ് ഇഷ്ടം. പക്ഷേ അവർക്ക് ഈക്വലി ഇഷ്ടമാണ് നമ്മളുടെ കൂടെയും കളിക്കാൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്തിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ അവരെ കൊണ്ട് അവിടെ അടുത്തുള്ള ഹൂഫ്തോർപ്പ് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ തന്നെ പോയി കുറച്ച് നേരം അവിടെ അടിച്ചു പൊളിച്ച് കളിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൊപ്ര പാർക്ക് പോയി. എന്നിട്ട് അവിടെ കളിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും വണ്ടി എടുത്തിട്ട് ആംസ്റ്റർഡാമിലേക്ക് പോയി നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഡിന്നർ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡിന്നർ പരിപാടിയിലേക്ക് കടന്നു. ആ സമയത്താണ് നമ്മുടെ ബെയിലി കുട്ടി, ജോസുവിൻ്റെ ഡോഗാണ് കേട്ടോ, ബെയിലി എത്തിയിട്ടുണ്ടായിരുന്നു. ബെയിലിന്ന് സ്നേഹത്തിൻ്റെ ഓവർലോഡ് കിട്ടാൻ പോവാണ്. കാരണം കിഡ്സിൻ്റെ കാര്യം അറിയാലോ, വിട്ട് മാറണ്ടായിരുന്നില്ല. ഹൈലൈറ്റ് നമ്മുടെ ആമിക്കുട്ടിയാണ്. അവൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫൺ. ഒരു വീക്കെൻഡ് ഇവിടെ ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ എൻ്റർടൈൻഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല സുഹൃത്തുക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. They are a blessing. Till we meet next time, stay healthy, stay safe. Ciao, ciao.